അധ്യായം 5. അവസാനത്തെ കച്ചിത്തുരുമ്പ്. ഭൂതത്തിന്റെ ഭീമാകാരമായ കൈകൾ ഭദ്രന്റെ കഴുത്തിന് ചുറ്റും മുറുകി. ശ്വാസം കിട്ടാതെ ഭദ്രന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ശരീരം ഒരു വൃദ്ധന്റേതായി മാറിയെങ്കിലും നൂറ്റാണ്ടുകൾ നീണ്ട അവന്റെ ബുദ്ധി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. മരണത്തിന്റെ വക്കിലും അവൻ ഒരു പിടിവള്ളിക്കായി തപ്പി. ഭൈരവാ, നിൽക്ക്, ഭദ്രൻ കഷ്ടപ്പെട്ട് പറഞ്ഞു. നീ എന്നെ കൊന്നാൽ നിനക്ക് ഒരിക്കലും മോക്ഷം ലഭിക്കില്ല. നിന്റെ ആത്മാവ് ഈ മണ്ണിൽ എന്നേക്കുമായി തളയ്ക്കപ്പെടും. ഭൂതം ഒരു നിമിഷം തങ്ങി നിന്നു. അവന്റെ ചുവന്ന കണ്ണുകളിൽ സംശയം നിഴലിച്ചു. എന്റെ രക്തം വീണാൽ ആ മന്ത്രം പൂർണ്ണമാകും. എന്നെ കൊല്ലുന്ന നിമിഷം നീ ഈ മനയുടെ വെറും കാവൽക്കാരനായി കാലങ്ങളോളം ജീവിക്കേണ്ടി വരും. പക്ഷേ എന്നെ ജീവിക്കാൻ അനുവദിച്ചാൽ നിന്നെ മോചിപ്പിക്കാനുള്ള ബലി ഞാൻ നൽകാം. ഭദ്രൻ ഒരു കൗശലക്കാരനെ പോലെ ചിരിച്ചു. ഭൂതത്തിന്റെ കൈകൾ അല്പം അയഞ്ഞു. ഇത് കണ്ട രേഖ ഞെട്ടിപ്പോയി. അവനെ വിശ്വസിക്കരുത്. അവൻ നിന്നെ വീണ്ടും ചതിക്കും, അവൾ അലറി. പക്ഷേ ഭദ്രൻ തന്റെ വിറയ്ക്കുന്ന കൈകൊണ്ട് തന്റെ അരയിൽ ഒളിപ്പിച്ചിരുന്ന ഒരു ചെറിയ സ്വർണ്ണത്തകിട് പുറത്തെടുത്തു. അതായിരുന്നു ഭൂതത്തിന്റെ ആത്മാവിനെ ബന്ധിച്ചിരിക്കുന്ന യഥാർത്ഥ മന്ത്രത്തകിട്. ബ്രഹ്മചര്യം പോയെങ്കിലും ആ തകിട് നശിപ്പിക്കാൻ ഭദ്രൻ മാത്രമേ കഴിയൂ. രേഖ, നീ കരുതിയത് നിന്റെ ശരീരം കൊണ്ട് എന്നെ തോൽപ്പിച്ചു എന്നല്ലേ? ഭദ്രൻ ഒരു കിളവന്റെ ശബ്ദത്തിൽ വിറച്ചു ചിരിച്ചു. എന്റെ ശക്തി കുറഞ്ഞു കാണും, പക്ഷേ ഈ ഭൂതം ഇപ്പോഴും എന്റെ അടിമയാണ്. കാരണം അവന്റെ മോക്ഷം എന്റെ കയ്യിലാണ്. പെട്ടെന്ന് ഭദ്രൻ ഭൂതത്തിന് നേരെ ആ തകിട് ഉയർത്തി ഒരു മന്ത്രം ഉരുവിട്ടു. ഭൂതം വേദന കൊണ്ട് അലറി വിളിച്ചു. ഭദ്രൻ രേഖയെ രൂക്ഷമായി നോക്കി. നിന്റെ ചേച്ചിയെ നിനക്ക് വേണമെങ്കിൽ നീ എനിക്ക് ഒരു കാര്യം ചെയ്തു തരണം. എന്റെ നഷ്ടപ്പെട്ട ശുദ്ധി തിരികെ ലഭിക്കാൻ എനിക്ക് മറ്റൊരു ബലി കൂടി വേണം. അത് നിന്റെ ചേച്ചിയല്ല, അത് നീയാണ്. ഭദ്രൻ തന്റെ അവസാനത്തെ കരുനീക്കം നടത്തിയിരിക്കുകയാണ്. മാലതിയെ വിട്ടുനൽകാം എന്ന വ്യാജേന രേഖയെ ബലി കൊടുക്കാൻ അവൻ പ്ലാൻ ചെയ്യുന്നു. അതേസമയം ഭൂതം വേദന സഹിക്കാനാവാതെ രേഖയ്ക്ക് നേരെ തിരിഞ്ഞു. ഭദ്രന്റെ ആജ്ഞ അനുസരിക്കാൻ അവൻ നിർബന്ധിതനാകുകയാണ്.